ഹായ്ഡാ, ഓണ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ള 3 കിടിലൻ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. എ കാർസ് വെലോസിറ്റി ഇൻക്രീസസ് ഫ്രം 20 മീറ്റർ പെർ സെക്കൻഡ് ടു 40 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 10 സെക്കൻഡ്. ഒരു കാറിന്റെ പ്രവേഗം 10 സെക്കൻഡ് കൊണ്ട് 20-ൽ നിന്ന് എത്ര ആയിട്ട് മാറി? 40 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആക്സലറേഷൻ, ത്വരണം എത്രയെന്നാണ് ചോദിച്ചത്. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടി? സാറേ, ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. പ്രവേഗമാറ്റം ബൈ സമയം. ഇത് പഠിക്കാണ്ട് എക്സാമിന് പോകരുത്. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. പറഞ്ഞു പഠിച്ചോ. എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഇനി എന്താ ചെയ്യേണ്ടി? ഈസ് ഈക്വൽ ടു, അതിൽ യു എന്താ വി എന്താണെന്നൊക്കെ അറിയണ്ടേ? എടാ, നമ്മൾ ആദ്യം ഒന്ന് നോക്കാം. യു എന്ന് പറഞ്ഞാൽ എന്താ? ആ കാറിന്റെ ആദ്യത്തെ വെലോസിറ്റി, ആദ്യ പ്രവേഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് യു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കടാ, ആ കാറിന്റെ ആദ്യത്തെ വെലോസിറ്റി എത്രയായിരുന്നു? സാറേ, അതിന്റെ ആദ്യത്തെ വെലോസിറ്റി 20 ആണ്. അപ്പൊ യു എന്ന് പറഞ്ഞാൽ 20 ആണ്, 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താടാ വി എന്ന് പറഞ്ഞാൽ? സാറേ, ആ കാറിന്റെ അവസാനത്തെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗമാണ് വി. ക്വസ്റ്റ്യൻ പേപ്പറിലില്ലേ സാറേ, അവസാനം അവന്റെ പ്രവേഗം എത്ര? 40 ആണ്. സോ വി എന്ന് പറഞ്ഞാൽ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ സമയം തന്നിട്ട് നോക്കിയാ, സമയം തന്നിട്ടുണ്ട്. എത്ര സെക്കൻഡ് കൊണ്ട് അത് മാറിയത്? 10 സെക്കൻഡ്. സോ സമയം എന്ന് പറഞ്ഞാൽ അത് 10 സെക്കൻഡ് ആണ്. പരിപാടി കഴിഞ്ഞ്. ഇനി അത് കോപ്പി അടിച്ചിട്ട് എഴുതിയാൽ മാത്രം മതി. നോക്കടാ, എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. വി എന്ന് പറഞ്ഞാൽ എത്ര? 40 ബൈ യു എന്ന് പറഞ്ഞാൽ എത്ര? 20. 40 മൈനസ് 20 ബൈ ടി എന്ന് പറഞ്ഞാൽ എത്രടാ? 10. ആർക്കെങ്കിലും വല്ല പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇതൊന്നും ചെയ്ത് നോക്ക്. 40 20 കുറച്ചാൽ എത്ര? സാറേ, 40 20 കുറച്ചാൽ 20 ആണ് ഉത്തരം. സോ 20 ബൈ 10. 20 ബൈ 10. എടാ, 20-ൽ എത്ര 10 ഉണ്ട്? പൊന്നു മാഷേ, 20-ൽ 10 2 വട്ടമുണ്ട് എന്ന് മാത്രം എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടൂല. നിങ്ങളെന്താ മനസ്സിലാക്കണ്ടി? നമ്മൾ എന്താ കണ്ടെത്തിയത്? ആക്സലറേഷൻ അല്ലേ, ത്വരണല്ലേ. ത്വരണത്തിന്റെ യൂണിറ്റ് എന്താടാ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കഴിഞ്ഞ്, പരിപാടി കഴിഞ്ഞ്. സോ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി. സോ ഇവിടെ എൻ്റെ മക്കൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചോദ്യം എന്താടാ? എ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ഇക്വേഷൻ എന്താ? ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ കാണാനുള്ള ഇക്വേഷൻ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. ഒന്നാമത്തെ ചോദ്യം സെറ്റ് അല്ലേ? എക്സാമിന് മിക്കവാറും വരും. നന്നായിട്ട് പഠിച്ചോ. രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കുറേ ആൾക്കാരെ പേരങ്ങോട്ട് തരും. ഇങ്ങോട്ട് ചോദിക്കും, ഇതിൽ ആരാണ് സ്കേലാർ, ആരാണ് വെക്ടർ? അതിന് സാറേ, സ്കേലാർ എന്താ വെക്ടർ എന്താന്ന് ഞങ്ങൾക്ക് അറിയോ? എടാ, സ്കേലാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ചില ആൾക്കാർ പറയുന്ന സമയത്ത് ഡയറക്ഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ആ നമ്പർ മാത്രം പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ, മാസ്, തൂക്കം. ഞാൻ എൻ്റെ തൂക്കം പറയുന്ന സമയത്ത് ഞാൻ 70 കിലോഗ്രാം വലത്തോട്ട്, 70 കിലോഗ്രാം ഇടത്തോട്ട്, അങ്ങനെയൊക്കെ പറയൂ? ഇല്ല. സോ നമ്പർ മാത്രം പറയേണ്ട ആൾക്കാർക്ക് നമ്മൾ പറയുന്ന പേരാണ് സ്കേലാർ ക്വാണ്ടിറ്റി അഥവാ അദിശ അളവ്. എന്നാൽ ചില ആൾക്കാരുണ്ടാവൂടാ, അതിന് എന്തും കൂടി പറയണം, അതിൻ്റെ ഡയറക്ഷൻ, ദിശ കൂടി പറയേണ്ട ആവശ്യം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ബലം, ഫോഴ്സ്. ഞാൻ 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? എങ്ങോട്ട് കൊടുത്തു എന്ന് പറയണം. അങ്ങോട്ടാണോ, ഇങ്ങോട്ടാണോ, മേലോട്ടാണോ എന്ന് പറയണം. സോ ഡയറക്ഷൻ പറയേണ്ട ആൾക്കാർക്ക് നമ്മൾ പറയും വെക്റ്റർ ക്വാണ്ടിറ്റീസ്, സദിശ അളവുകൾ. എക്സാമിന് ഞാനിപ്പോൾ ബോർഡ് മേലെ എഴുതിയ 1 2 3 4 5 6, ഈ 6 ആൾക്കാർ സ്കേലാർ ആണോ വെക്ടർ ആണോ എന്ന് നോക്കാണ്ട് എക്സാമിന് പോകരുത്. അതിൽ ഒന്നാമത്തെ ആളാണ് ദൂരം. എടാ, ദൂരം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുന്ന് ഇങ്ങനെ ദൂരം പറയുമ്പോൾ 10 കിലോമീറ്റർ 15 കിലോമീറ്റർ ദൂരം പറയുമ്പോൾ നമുക്ക് എന്ത് പറയേണ്ട ആവശ്യമില്ല? ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല. സോ എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ദൂരം എന്ന് പറഞ്ഞാൽ ഏതാടാ? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതിൻ്റെ മലയാളം ബോർഡിലുണ്ട്. സോ അതിൽ സ്കേലാർ എന്ന് പറഞ്ഞാൽ എന്താടാ? ആ ദിശ അളവ്. എന്നാൽ എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, ഡിസ്പ്ലേസ്മെന്റ്, സ്ഥാനാന്തരം. ഷോർട്ട് കട്ട് അല്ലടാ സ്ഥാനാന്തരം, അതൊക്കെ സാറ് പറയുന്നുണ്ടായിരിക്കും. ഷോർട്ട് കട്ട് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറയണം. സോ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താടാ? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സ്ഥാനാന്തരം ഒരു സദിശ അളവാ. ഇനി അടുത്തൊരാൾ സ്പീഡ്. എടാ, ഈ സ്പീഡും വെലോസിറ്റിയും എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ആളാ. സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് സ്കേലാർ ക്വാണ്ടിറ്റി. ആ പേരിന്റെ ഫസ്റ്റ് ലെറ്റർ നോക്കിയാൽ സ്പീഡ്, സ്കേലാർ ക്വാണ്ടിറ്റി. എന്നാൽ വെലോസിറ്റി അഥവാ പ്രവേഗമാണെങ്കിൽ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇനി അതല്ല സാറേ, മലയാളം മീഡിയക്കാർക്കൊക്കെ എങ്ങനെ മനസ്സിലാക്കുക? കുറച്ചും കൂടി അഗാധമായിട്ട് എങ്ങനെ മനസ്സിലാക്കുക? സ്പീഡ് എന്ന് പറഞ്ഞാൽ ദൂരം ബൈ സമയമാണ്. ദൂരം എന്താടാ? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുകൊണ്ട് അതും എന്തായിരിക്കും? സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും, അതിശ അളവായിരിക്കും. എന്നാൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമാണ്, സ്ഥാനാന്തരം ബൈ സമയം. പക്ഷെ നിങ്ങൾക്ക് അറിയാം, ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ. സോ അതുകൊണ്ട് തന്നെ വെലോസിറ്റി എന്താടാ? വെക്ടർ ക്വാണ്ടിറ്റിയാണ്, സദിശ അളവാണ്. അടുത്ത ആള് ആക്സലറേഷൻ. എടാ, എ വി എന്ന് ആലോചിക്കുക. എ വി, ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താടാ? ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്, ഒരു സദിശ അളവാണ്. ത്വരണം സദിശ അളവാണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അവസാനത്തെ ആളാണ് ഫോഴ്സ്, ബലം.
എടാ ബലം എന്ന് പറഞ്ഞാൽ അതെന്താടാ ഫോഴ്സ് എന്ന് പറഞ്ഞാലും അതും എന്താണ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ ഏറ്റവും പ്രധാനപ്പെട്ട വെക്റ്റർ ക്വാണ്ടിറ്റി ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫേവറേറ്റ് എൻ്റെ ഫേവറേറ്റ് ആൾക്കാരാണെന്ന് ആലോചിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് എൻ്റെ ഫേവറേറ്റ് ആണെന്ന് ആലോചിച്ചാൽ മതി. സ്ഥാനാന്തരം എൻ്റെ ഫേവറേറ്റ് ആണെന്ന് ആലോചിച്ചാൽ മതി. ഷോർട്ട് കട്ട് എൻ്റെ ഫേവറേറ്റ് ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്? ഫോഴ്സ്, ആക്സലറേഷൻ, വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്. ബലം, ത്വരണം, പ്രവേഗം, സ്ഥാനാന്തരം. സെറ്റ് അല്ലേ? സോ നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് പഠിച്ചു, സ്കേലാർ ക്വാണ്ടിറ്റീസും പഠിച്ചു. രണ്ടാമത്തെ ഹെഡിങ് നമ്മൾ പക്കാക്കി. മൂന്നാമത് ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ, ഇതേപോലൊരു ട്രയാങ്കിൾ തരും. ചിലപ്പോൾ അത് ട്രയാങ്കിൾ ആവും, ചിലപ്പോൾ അത് ചതുരായിരിക്കും. എന്തായാലും നമ്മൾ തളരരുത്. ഇങ്ങോട്ട് ചോദിക്കേ ദൂരം എത്ര, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. തളരരുതടാ, സിമ്പിൾ ക്വസ്റ്റ്യൻ. നോക്കട്ടോ, ഏതൊരു മനുഷ്യനുണ്ട്, എയിൽ നിന്ന് യാത്ര ആരംഭിച്ച് അയാൾ ബിയിലൂടെ സിയിലേക്ക് നീങ്ങി. അപ്പോൾ അയാൾ ആദ്യം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ നിന്നാണ് യാത്ര ചെയ്ത് അവസാനം അയാൾ എവിടെ എത്തിയത്? സിയിലെത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. ഇവിടെ എന്താ ചോദിച്ചാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അയാളുടെ ദൂരം കണ്ടെത്താൻ, ദൂരമല്ല സ്പീഡ് കണ്ടെത്താൻ. നമുക്ക് ഈ ചിത്രം ഒന്ന് വലുതാക്കി എഴുതാം. സ്പീഡ് കണ്ടെത്താൻ. എടാ നമുക്കറിയാം സ്പീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. ദൂരം ബൈ സമയം എന്നാണ്. അറിയില്ലേ? ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടി? സാറേ ദൂരം എത്രയെന്ന് കണ്ടെത്തണം. അയാൾ എയിൽ നിന്ന് ആരംഭിച്ചിട്ട് എവിടെ എത്തിയത്? സിയിലാണ് എത്തിയത്. ഏതിലൂടെയാണ് പോയത്? ബിയിലൂടെയാണ് പോയത്. സോ എന്താണ് ദൂരം എന്ന് പറഞ്ഞാൽ? സാറേ ആദ്യം അയാൾ ഇവിടെ വരെ പോയി 60, പിന്നെ അയാൾ ഇവിടെ വരെ വന്ന് 40. സോ 60 40 എത്രടാ? 60 40 എന്ന് പറഞ്ഞാൽ 100 60 + 40 എന്ന് പറഞ്ഞാൽ എത്രടാ? 100 100 ബൈ സമയം. എത്ര സമയം എടുത്ത്? ആദ്യം അയാൾ അങ്ങോട്ട് 6 സെക്കൻഡ് എടുത്ത്, പിന്നെ ഇങ്ങോട്ട് 4 സെക്കൻഡ് എടുത്ത്. സോ 6 4 എത്ര? 10 സെക്കൻഡ്. 6 4 എത്രടാ? 10 സെക്കൻഡ്. സിമ്പിളാണ്. നിങ്ങൾ പറയും 60 + 40 എന്ന് പറഞ്ഞാൽ 100/10. ഈ 0 വിട്ട് 10 എത്ര? 1 10. സുഹൃത്തുക്കളെ ആൻസർ ആണ് 10 എന്ന് മാത്രം എഴുതിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. സ്പീഡാണ്, വേഗതയാണ്. അതിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ/സെക്കൻഡ്. കഴിഞ്ഞ്. സോ എൻ്റെ മക്കൾ എന്താ മനസ്സിലാക്കേണ്ടത്? സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താടാ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. വേഗത ഈസ് ഈക്വൽ ടു ദൂരം ബൈ സമയം. ദൂരം എന്ന് പറഞ്ഞാൽ അയാൾ സഞ്ചരിച്ച ആകെ വഴിയാണെന്ന് ആലോചിക്കുക. ഇനി അടുത്ത ദിവസം എന്താ? അങ്ങനെയാണെങ്കിൽ അയാളുടെ വെലോസിറ്റി കണ്ടെത്താനാണ് പറഞ്ഞത്, പ്രവേഗം കണ്ടെത്താൻ. എൻ്റെ മക്കൾ മറക്കരുതേ, സാറേ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരം ബൈ സമയമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. മാറിപ്പോവരുതേ, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. സ്ഥാനാന്തരം ബൈ സമയമാണ്. അപ്പോൾ സാറേ സ്ഥാനാന്തരം എത്ര? അങ്ങോട്ട് നോക്ക്. അയാൾ ആദ്യം ഇവിടെ തുടങ്ങിയത് എ എന്ന്, അവസാനം ഇവിടെ എത്തിയത് സി. അയാൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സ്ഥലം മുതൽ അവസാനം എത്തിയത് വരെയുള്ള ഷോർട്ട് കട്ടിനാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയാം. സാറേ അയാൾ ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്, ലാസ്റ്റ് അയാൾ ഇവിടെ എത്തിയത്. സോ ഷോർട്ട് കട്ട് എന്താ? ഇതാണ്. സോ സ്ഥാനാന്തരം എത്രയാടാ? 70 മീറ്ററാണ്. സോ നമുക്ക് കിട്ടി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 70 മീറ്ററാണ് ബൈ സമയം. അയാളെടുത്ത മൊത്തം സമയം എത്ര? 6 4 10. 70/10. എടാ 70/10 എന്ന് പറഞ്ഞാൽ എത്ര? 7 എന്ന് മാത്രം എഴുതിയിട്ട് കാര്യമുണ്ടോ? അരമാർക്ക് കുറയ്ക്കും. യൂണിറ്റ് എഴുതൽ നിർബന്ധമാണ്. നമുക്കറിയാം യൂണിറ്റ് എന്താടാ? സ്പീഡ് ആണെങ്കിലും വെലോസിറ്റി ആണെങ്കിലും അതിൻ്റെ യൂണിറ്റ് എന്താ? മീറ്റർ/സെക്കൻഡ്. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ബുദ്ധിമുട്ടോ വല്ലതുണ്ടോ? ഈ 3 ചോദ്യങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത് നോക്കാണ്ട് എക്സാമിന് പോകരുത്. ഇത് നോക്കുക, മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും പ്ലേബാക്ക് സ്പീഡ് കുറയ്ക്കുക, ഇങ്ങോട്ട് വീണ്ടും കാണുക, സെറ്റാക്കുക, വീഡിയോ ലൈക്ക് അടിക്കുക. ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ചോദ്യങ്ങളൊക്കെ ഇന്നത്തെ ലൈവിൽ നമ്മൾ പറയുന്നതായിരിക്കും. മാത്രമല്ല നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എജുപോർട്ടിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ആ ലിങ്ക് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? സോ ഇന്നത്തെ ലൈവിൽ കാണാം. ബൈ.